ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ബ്രാൻഡ് ന്യൂ വ്ലോഗ് ഗൈസ്. ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയോട്ടെ. ഞാൻ പല്ലൊക്കെ തേച്ച് ഞങ്ങൾ രണ്ടാൾ പല്ലൊക്കെ തേച്ച് മെല്ലെ വീട്ടിൽ നിന്ന് നടക്കാൻ ഇറങ്ങി. രാവിലെ നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്, ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് പഴുതി ഇറങ്ങിയപ്പോൾ ഉണ്ട് കാട്ടുകൂടെ ഇങ്ങനെ മയിലൊക്കെ ഇങ്ങനെ ചാടി ഓടി പോകുന്നു. ഞാൻ വീഡിയോ ഞങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ മയിലിനെ കണ്ടിട്ടുണ്ടായാലും ഇത്ര അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഇത്ര അടുത്ത് ഞാൻ മയിലിനെ ആദ്യമായിട്ട് കാണുന്നു. ഞങ്ങളെ ഭാഗത്തൊന്നും മയിലില്ല. മയിലിനെ കാണണമെങ്കിൽ ഈ ഭാഗത്ത് ഇറങ്ങിയിട്ട് രാവിലെ അല്ലെ വൈകുന്നേരം ഇത് കൂടെ നടക്കുമ്പോൾ തന്നെ റോഡ് സൈഡിൽ കൂടെ ഒക്കെ മയിലിനെ കാണും. ഞാൻ ആദ്യമായിട്ട് ഇത്ര അടുത്ത് മയിലിനെ കാണുന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം വന്ന ടൈമിലൊക്കെ എത്ര ദൂരം മരത്തിൻ്റെ അത്രയ്ക്ക് ദൂരം നിന്നാണ് മയിലിനെ കാണുന്നത്. ഇത്ര അടുത്ത് ആദ്യമായിട്ട് കാണുന്നത്. വെറുതെ നടക്കിറങ്ങി അപ്പോൾ അതിൻ്റെ എത്തിയപ്പോഴേക്ക് ചാറ്റിൽ മഞ്ഞ് വെയിലാണ്, ചാറ്റിലാണെന്താ കുറച്ച് കൂടിയിരിക്കണ്. ഇപ്പോൾ ജലദോഷം അധികം പിടിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ ചെറുതായിട്ട് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്. മഴ കൂടുമോ? നമുക്ക് തിരിച്ചു പോകണോ? ചപ്പോട്ടി വരെ നടന്നിട്ട് വന്നാ വേഗം പോയിട്ട് വരാം, അടുത്തല്ലേ. എന്തായാലും ഇവിടെ വരെ വന്നതല്ല. അപ്പോൾ ചപ്പോട്ടേൻ്റെ ഭാഗം കൂടി പോയിട്ട് വരാന്ന് വെച്ചിട്ട് വേഗം നടക്കുക. ഇപ്പം മഴ കൂടി കഴിഞ്ഞാൽ ജലദോഷം. ഇന്ന് ഞാൻ വീട്ടിൽ പോവാം. ഇപ്പോൾ ഞാനുള്ളത് അമ്മ വീട്ടിലല്ല, ഇപ്പോൾ ഞാൻ റോട്ടിലാണ്. അമ്മ വീട്ടിലേക്ക് വിരുന്ന് വന്ന. എന്തായാലും ഇന്ന് വീട്ടിൽ പോകണം. 4-5 ദിവസമായി ഇവിടെ തന്നെ. അപ്പോൾ ഇന്ന് വീട്ടിൽ പോകണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പോകണം. അപ്പം എന്നാൽ ഞങ്ങൾ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും വീട്ടിൽ പോയി നിന്നിട്ട് അവിടെ എവിടെയെങ്കിലും പോയിരിക്കാം. ഇനി ചാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയാം. എന്തായാലും രാവിലെ ഇറങ്ങിയാൽ ഒരു മയിലിനെ കണ്ട്, പിന്നെ കുറച്ച് കിളികളേതാ ഇപ്പം കണ്ട്, പിന്നെ ഒരു ചെമ്പോത്തിനെ കണ്ട് കാണാനുള്ള 2-3 സാധനത്തിനെ കണ്ടിട്ടുണ്ട്. ഇനി ഒരു മാനിനെ കാണണമെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. രാവിലെ ഇങ്ങനെ നടക്കുമ്പോണ്ടല്ലോ അത് വേറെ ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്കൊക്കെ എണീറ്റ്, ഇന്ന് ഞാൻ അലാറം വെച്ചിട്ട് തന്നെ രാവിലെ എണീറ്റ്. ഇന്ന് അലാറം വെച്ചിട്ട് ഞാൻ രാവിലെ എണീറ്റ് കൊണ്ട് കുറച്ച് എന്താ അറിയില്ല, കുറച്ചൊരു ഉണർവുണ്ട് എനിക്ക്. രാവിലെ എണീറ്റുകൊണ്ട് കുറച്ച് ഉണർവുണ്ട്. എന്തായാലും രാവിലെ ഡെയിലി എണീക്കണം. അലാറം വെച്ചിട്ട് രാവിലെ ഡെയിലി എണീക്കണം. ഡെയിലി എണീറ്റാലും നമുക്കൊരു ഉണർവുണ്ടാവുള്ളൂ. വീട്ടിൽ ഇപ്പോൾ കാർമേഘം മാത്രമുണ്ട്, പിന്നെ ചാറ്റിലൊന്നും ഇല്ല. അപ്പോൾ പിന്നെ അലക്കാൻ പോവാൻ എന്തൊക്കെയോ ഡ്രസ്സ് എങ്ങോട്ടാ പണിക്ക് പോവാന്നൊക്കെ പറഞ്ഞിക്കണേ. ഇപ്പോൾ പോകാൻ തോന്നുന്ന അറിയില്ല. ചെക്കത് അലക്കാൻ വന്നിക്കണേ. അത് ഇവിടുത്തെ ചെറിയ ഡാം വെച്ചാൽ ഇവിടെ ഒരു തോട് എന്നും പറയും. ചെറിയ ഡാമാണ് ഇവിടുത്തെ. അവൻ്റെ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മേലെ വീട്ടിൽ വന്ന കേട്ടോ. മേലെ വീട്ടിൽ വന്നപ്പോൾ വീണ്ടും ഉള്ളിൽ നിന്ന് പൂച്ചേൻ്റെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പൂച്ച കുടുങ്ങി കിടക്കണ്ട തോന്നുന്നു. ഈ അടച്ചിട്ട് പോയപ്പോൾ പൂച്ചേൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കണ്ടായിരുന്നു. ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഉള്ളിൽ നിന്ന് പൂച്ചേൻ്റെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് തുറന്നു നോക്കിയോട്ടെ, ഒക്കെ പറ്റണില്ല. അത് പോണ് ഈ പൂച്ചല്ലേ അച്ചടിയെ ഇത്ര നേരം ഇതിൻ്റെ ഉള്ളിലായിരുന്നോ? പാവം കാരനോട് നിൽക്കുന്നു. ആള് പ്രഗ്നന്റ് ആണല്ലോ അല്ലേ? മാതല്ലേട്ടോ, ഞാൻ തൊട്ടോട്ടെ. ഞങ്ങളവിടെ ഉണ്ട് പൂച്ച. അത് പ്രഗ്നന്റ് ആയിരുന്നു. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ആ കുട്ടികളെ കാണുന്നില്ല. മാതല്ലേ ഫോൺ കൊടുത്ത് അടുത്തേക്ക് കൊണ്ടുവരാണേ. മാതല്ലേട്ടോ. ഇപ്പൊ കാണുന്ന പൂച്ചകള് മൊത്തം പ്രഗ്നന്റ് ആയി കിടക്കുക. കാണുന്ന പൂച്ച മൊത്തം പ്രഗ്നന്റ് ആണ് ഇപ്പൊ. ഞാൻ എപ്പോ വന്നോളൂ. അച്ചടി എവിടെ പോയതാ? നിലക്കോ? വാല് 2 കുറ്റിട്ടിട്ട് താക്കോല് ഇവിടെ വെച്ചിട്ട് പോയിക്കല്ലേ? എല്ലാരും എവിടെ പോയി? അമ്മ കഴിക്കുന്നു. ബാക്കി എല്ലാരും എത്ര പേരും കാണാൻ 2 മണിയായിട്ടുണ്ട്. കാർമേഘ നല്ല മൂടി കിടക്കണ്ട്. ഇന്ന് എനിക്ക് വീട്ടിൽ പോകണം കേട്ടോ. കാർമേഘ നല്ല മൂടി കിടക്കണ്ടേ. ഇനി പോകുമ്പോ മഴ ചെയ്ത് ഞാൻ പോയിട്ടു. ഞാൻ കോടൊന്നും എടുത്തിട്ടില്ല. ഞാൻ യാത്ര ചെയ്യാൻ പോയിട്ടോ. കുറച്ച് കഴിഞ്ഞാൽ പോയി ഞാൻ. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരല്ലോ. എന്തായാലും മഴ പെയ്യുന്നതിനെക്കാട്ടി പിന്നെ നമുക്ക് വീട് എത്തണം. ഞാൻ ഇപ്പൊ എവിടെ പോവാൻ നിൽക്കാം കേട്ടോ. അമ്മൂമ്മ ഞാൻ പോവാ. ഞാൻ ഇപ്പോഴൊന്നും ഇല്ലെങ്കിൽ കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ടേ വരില്ലോ. ഞാൻ പോവാ. മരുന്നൊക്കെ കുടിച്ച് ഉഷാറായിക്ക്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ നിന്ന് യാത്ര ചെയ്യേണ്ട കേസ്. ഇവിടെ എന്താ അറിയില്ല, കാർമയൊക്കെ മൂടി കിടന്നിട്ട് ഇതിലായിട്ടും വെയിലൊന്നും ഇല്ല. അത്യാവശ്യം തണുപ്പുണ്ട്. എന്താ അറിയില്ല, ഇന്ന് മാത്രം എന്തോ പ്രത്യേകത. ഞാൻ പോകുന്നതുകൊണ്ടാണോ ഇപ്പൊ വേറെ എന്താണെന്ന് അറിയില്ല. ഇത്ര ദിവസം ഇത്ര തണുപ്പൊന്നും ഉണ്ടായില്ല. ഇന്നെന്താ അറിയില്ല, പ്രത്യേക തണുപ്പ്. വളരെ കാലേക്ക് ഇട്ട് പോകും. എന്തെങ്കിലും തണുത്ത വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്.
തണുപ്പത്ത് കാല കൈയിട്ട് ഇവരൊക്കെ തണുത്ത് വിറച്ച് കൈയൊക്കെ ബാക്കിൽ കെട്ടിയേക്കണ്. കൈയൊക്കെ ഐസും കെട്ട പോലെ അയക്കണ്. ഇന്ന് എന്താ അറിയില്ല പ്രത്യേക തണുപ്പ്. ഇനിയിപ്പോ വൈകുന്നേരം ആയി നോക്കിക്കോ സ്നോ വീയോടെ. ഞാൻ ഇവിടുന്ന് യാത്രയാവണം ഗൈസ്. ഞാൻ ഇവിടുന്ന് യാത്രയാവും കേട്ടോ. കൊറേ അല്ല 4-5 ദിവസം ഇവിടെ തന്നെ ആയിരുന്നു. എന്നിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എന്താ അറിയില്ല അമ്മ അവിടെ കുറെ വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രല്ല ഒരാഴ്ചയോ 4-5 ദിവസം ഇവിടെ തന്നെ ആയിരുന്നു. അപ്പൊ എന്തായാലും എനിക്കിന്ന് വീട്ടിൽ പോയേ പറ്റുള്ളൂ. ഇപ്പൊ രാവിലത്തെ കാലാവസ്ഥ തന്നെയാണ് ഇപ്പൊ വൈകുന്നേരം ടൈമിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പോ അവിടെ പോകുമ്പോഴത്തേക്കും തണുത്ത് വരയ്ക്കോ ആ കാര്യം എനിക്ക് ഉറപ്പില്ല. വീട്ടിൽ പോയാൽ എന്തൊക്കെ എന്തൊക്കെ മാറ്റം സംഭവിച്ചത് ഒരു ഉറപ്പുമില്ല. ഒന്നിനും എനിക്കെന്താ പറയുക ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും വീട്ടിൽ പോയി നോക്കാം നമുക്ക് എന്തൊക്കെ സംഭവിച്ചോ, എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ, ഞാൻ പെട്ടെന്ന് പോയുള്ള ഒരു റിയാക്ഷൻ എന്താന്നൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ടൊന്ന് കാണാം. നമ്മൾ കുറച്ച് യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ ഗൈസ്. ഇതൊക്കെ ഞാനൊരു ഇതെന്താ പൈനാപ്പിളിൻ്റെ ഒരു ജ്യൂസ് മേടിച്ചിരിക്കണ്. ഇതിൻ്റെ പേരെന്തോ ഉണ്ടായിരുന്നു, എന്തോ ഒരു പേരായിരുന്നു. ഒരു കേക്ക് മേടിച്ചാണ്. എന്തോ പേര് ഞാൻ മറന്നുപോയി. ഇപ്പോൾ മറന്നു പോയിട്ടില്ല. എന്താ പെട്ടെന്ന് ഇങ്ങനെ മറന്നു അതെന്തോ എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ എന്തോ ഒരു പേര് മൈസൂർ പാക്ക്. ഒരു മൈസൂർ പാക്കും ഒരു ജ്യൂസും മേടിച്ചിട്ടുണ്ട്. ഇത് കുടിച്ചുകൊണ്ട് നടക്കാൻ. ഇപ്പോൾ വീട്ടിൽ പോയി എന്താ റിയാക്ഷൻ, അവരുടെ റിയാക്ഷൻ എന്താ അറിയില്ല. അവിടെ പോയി അതാണെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ചെറിയ മാറ്റം സംഭവിച്ചാലും എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും വീട്ടിൽ പോയി നോക്കിയോട്ടെ എന്താ സംഭവിക്കുക. ചിലപ്പോൾ അവർ തിരക്കായിരിക്കോ പണിയായിരിക്കോ ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്താ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാക്കി ഞാൻ അവളെ കണ്ട അവര് എനിക്ക് വരാൻ തോന്നിയില്ല. ഞാൻ നന്ദചേട്ടിയുടെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് അവിടെ തന്നെ കുറച്ച് ഫോറസ്റ്റ് കൂടെ പോയതാ. ഞാനും ചേട്ടൻ ഉണ്ടായിരുന്നു. അത് കൂടെ പോയിട്ട് വേറെ ഒരു മെയിൻ റോഡിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോ വേറെ ഏതോ റോഡ് അപ്പഴായിരുന്നു ഞാൻ അങ്ങോട്ട് വന്നത്. പിന്നെ പോയിട്ടില്ലായിരുന്നു. ഞാൻ ഡ്രസ്സ് ആയിട്ട് തരാം. വീട്ടിലെത്തി വല്ല റിയാക്ഷൻ കണ്ടില്ലേ? എന്താ റിയാക്ഷനാ. ഞാനിതിൽ ഡ്രസ്സ് ആകട്ടെ. ഞാൻ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അകത്ത് പോയിക്കോട്ടെ. എനിക്ക് നല്ല വിശക്കുണ്ട് കേട്ടോ. അത് എന്താ ഉണ്ടാക്കിയൊന്നും അറിയില്ല. അമ്മ എന്താ ഉണ്ടാക്കിയെന്ന് ഇന്ന് കഴിക്കാൻ എന്താ ഉള്ള? ചോറുണ്ട്, മീൻകറിയൊക്കെ ഉണ്ടല്ലോ. മീൻ പൊരിച്ചില്ല. വാവ്. അവിടുന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിശപ്പ്. എന്തേ ചെയ്യാം, ഭയങ്കര വിശപ്പ്. ഞാൻ കുറച്ച് ചോറ് കഴിക്കണേ. മീൻകറിയൊക്കെ കൂട്ടി കുറച്ച് ചോറ് കഴിച്ചിട്ട് ഇപ്പൊ വരെ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോ എങ്ങനെയൊക്കെ ഓരോ മൂലം ചോറ് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. അമ്മ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മ അവിടെ കടന്നുറങ്ങുന്നുണ്ട്. എനിക്കെന്താ അറിയില്ല, ഇന്ന് കുറച്ചധികം എന്താ നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്നലെ ഒന്നും ഞാൻ അധികം ഉറങ്ങിയിട്ടൊന്നുമില്ല. എഡിറ്റ് പിന്നെ എന്തൊക്കെ ഇനി വാലടച്ചോട്ടോ പറ്റി കേട്ടോ. എനിക്ക് കുടിക്കാനുള്ള വെള്ളം ജഗ്ഗിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പൊ രാത്രി എനിക്ക് നല്ല എന്താ ദാഹിച്ചെന്ന് വെച്ചു രാത്രി. പിന്നെ രാത്രി പുറത്തേക്ക് ഇറങ്ങി അമ്മേനെ വിളിച്ച് ആ റൂമിൽ കയറി അവിടുന്ന് വെള്ളം എടുക്കലൊന്നും പറ്റില്ല. ഇവിടെ കുറ്റിടും. ഈ വാലില്ലേ, അടുത്ത വാലില് രാത്രിയാ ഈ വാലടച്ചു കഴിഞ്ഞാൽ ആ വാലിൽ കുറ്റിടും. പിന്നെ എനിക്ക് അകത്ത് പോകാൻ പറ്റില്ല. ദാഹിക്കുണ്ടെങ്കിൽ വെള്ളം അവിടെ നിന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കടന്നുറങ്ങുക എഡിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ മൊബൈൽ കുത്തിവെച്ച് കുറച്ച് നേരം ഗെയിം കളിക്കാം. ചാർജ് അല്ലെങ്കിൽ കുത്തിവെച്ച് ഗെയിം കളിക്കും, അല്ലെങ്കിൽ കുത്തിയാതെ തന്നെ ഗെയിം കളിക്കും. മൊബൈലിൽ കുത്തി വെക്കാതെ ഗെയിം കളിക്കുന്നതായിരിക്കും സേഫ്. കുത്തിവെച്ച് ഗെയിം കളിച്ചാൽ ബാറ്ററി ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എന്താ പറയുക, മൊബൈല് നാശാൻ കുറച്ച് ചാൻസ് കൂടുതലാണ് കുത്തിവെച്ച് കളിച്ചാലൊക്കെ. അപ്പോൾ ഞാൻ കുത്തിവെച്ച് ഗെയിം കളിക്കാറില്ല. ഞാൻ ചാർജ് ആക്കി കഴിഞ്ഞിട്ട് അധികം ഗെയിമും കളിക്കാറില്ല. ചാർജ് ആക്കി കഴിഞ്ഞിട്ട് അവിടെ ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ ഗെയിം കളിക്കുക. അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ഗെയിമൊന്നും കളിക്കാറില്ല. കളിക്കുകയാണെങ്കിൽ തന്നെ ആരെങ്കിലൊക്കെ വന്ന് വിളിക്കും. വീട്ടിൽ വിരുന്ന് വരുന്നവരോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ കോൾ ചെയ്യും. ഇങ്ങനെ എമ്പാടെ നമുക്ക് കളിക്കാൻ ഇങ്ങനെ അത്ഭുതത്തോടെ തന്നെ വിളിച്ചറിയും. അപ്പൊ എന്താ ആ കളിക്കുക വെച്ച് ഞാൻ ഫ്രീ ആണെങ്കിൽ ആ കളിക്കാന്ന് പറയും. എന്നിട്ട് കുറച്ചും കളിക്കും. അല്ലെങ്കിൽ ഞാനില്ല നിങ്ങൾ കളിച്ചു, ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് ഫ്രീ ടൈം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റാ.